നമസ്കാരം. ശബരിമല ശ്രീകോവിലിലെ സ്വർണം മോഷണം പോയി എന്ന് കണ്ടെത്തിയിട്ട് 4 മാസം കഴിഞ്ഞു. കുറ്റപത്രവും ഇല്ല, തൊണ്ടി മുതലും ഇല്ല. പ്രതികൾ ഓരോരുത്തരായിട്ട് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി തുടങ്ങി. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ദേവസ്വം ബോർഡിൻ്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇപ്പോൾ 2 കേസിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങി. 1-ാം പ്രതി അടക്കം ഉടൻ പുറത്തിറങ്ങും എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കണം, എന്താണ് കൊള്ളയടിച്ചത്? ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രം, കോടിക്കണക്കിന് ഭക്തർ വ്രതമെടുത്ത് അങ്ങേയറ്റം ഭക്തിയോടെ മല ചവിട്ടിയെത്തി ഭഗവാനെ തൊഴുന്ന ക്ഷേത്രം, ഞാനും നിങ്ങളും തൊഴുതു നിൽക്കുന്ന ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളാണ് സഖാക്കൾ കൊള്ളക്കാരെ വെച്ച് മോഷ്ടിച്ചത്. ഈ നാട്ടിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ഹിന്ദു ക്ഷേത്രമാണ്. 2-ാം ആചാര ലംഘനമാണ് ശബരിമലയുടെ കാര്യത്തിൽ നടന്നത് എന്ന് SIT തന്ത്രിയുടെ കാര്യത്തിൽ പറയുന്നു. ഹൈക്കോടതി മേൽനോട്ടത്തിലാണെങ്കിലും ഈ പ്രത്യേക അന്വേഷണ സംഘം പിണറായി വിജയൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഇവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തുടക്കം മുതലേ പറയുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. മുൻ ദേവസ്വം ബോർഡ് അംഗത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എന്തെല്ലാം നാടകങ്ങളാണ് ഇവർ നടത്തിയത്. സ്വകാര്യ ആശുപത്രിയിലെ ICU മാത്രമേ അദ്ദേഹത്തിന് പറ്റൂ എന്ന് പറഞ്ഞു. വിമർശനം ശക്തമായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന് ജയിൽ ആശുപത്രിയിലെ സെൽ മതി എന്നായി. ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന M പത്മകുമാറിനെതിരെ ചെറുവിരലനക്കാൻ CPMന് ധൈര്യമില്ല. കാരണം പത്മകുമാർ വാ തുറന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ അകത്തു പോകും. അദ്ദേഹം 1-ാം പ്രതിയുടെ അപ്പൂപ്പൻ്റെയും കൊച്ചുമകൻ്റെയും ഒക്കെ പിറന്നാൾ ആഘോഷിച്ചതിൻ്റെ കഥകൾ അതൊക്കെ പത്മകുമാറിന് അറിയാം എന്ന് സംശയമില്ല. കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ആ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത്, ആ പ്രശാന്തിനെ തൊടാനും SITക്ക് ഭയമാണ്. അപ്പോൾ പിന്നെ വാസവൻ മന്ത്രിയോടും ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ നിയമസഭ സമ്മേളിക്കുകയാണ്. ശബരിമല വിഷയം ഒഴിവാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്നത്. നമുക്കത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. അടിയന്തര പ്രമേയം കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറല്ല. കാരണം അപ്പോൾ പിന്നെ നമ്മുടെ ആറ്റിങ്ങൽ MP UDF കൺവീനർ അടൂർ പ്രകാശ് മുതൽ സോണിയാഗാന്ധി വരെയുള്ള ആളുകൾ, അവർക്കൊക്കെ 1-ാം പ്രതിയുമായിട്ടുള്ള ബന്ധം VD സതീശൻ വിശദീകരിക്കേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ എത്രയുണ്ട് എന്ന് അടൂർ പ്രകാശിന് സ്വയം അറിയില്ല. കവറിലിട്ട് ഈന്തപ്പഴം നൽകിയെന്നൊക്കെയാണ് UDF കൺവീനർ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പേരിന് ഒരു സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. സത്യാഗ്രഹിയിൽ ഒരാളുടെ പേര് നജീബ് കാന്തപുരം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ മുരളീധരൻ വർഗീയത പറയുന്നു എന്ന് ആളുകൾ വിമർശിക്കും. നജീബ് കാന്തപുരമായിരിക്കും UDFലെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ എന്ന് നമുക്ക് തൽക്കാലം സമാധാനിക്കാം. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ച ചിന്ത, ആ ചിന്ത ഇതാണ്. അതായത് ശ്രീധർമ്മശാസ്താവിൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയതിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഒരുപോലെ നിസ്സംഗതയാണ്. അന്വേഷണം വഴിമുട്ടിയതിലോ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിലോ ഒന്നും ഇന്ത്യ സഖ്യക്കാർക്ക് ഒരു വേദനയും ഉണ്ടാവില്ല. പോറ്റിയെ കയറ്റിയവർ തന്നെ പോറ്റിയെ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്യും. കാരണം സനാതനധർമ്മം വൈറസാണ്, അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഭരണക്കാരും പ്രതിപക്ഷം. സ്വാമി ശരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.